ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഒരു ദിവസം എത്ര തവണ നമ്മൾ നമ്മുടെ ഫോൺ കയ്യിലെടുക്കുന്നുണ്ടാവും? 10ഓ 100ഓ? ചിലപ്പോ നമ്മൾ എണ്ണാറ് പോലും ഇല്ല അല്ലേ? ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ ശരിക്കുള്ള ചോദ്യം ഇതാണ്: നമ്മളാണോ ഇവയെ കൺട്രോൾ ചെയ്യുന്നത്, അതോ ഇവ നമ്മളെയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സിന്റെ ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായ ഒരു ചോദ്യമായി തോന്നാം, പക്ഷേ അങ്ങനെയല്ല. കാരണം ഈ ഉപകരണം നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിച്ചു തരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇത് നമ്മളെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തു നിന്ന് അകറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് വീൽ ശരിക്കും നമ്മുടെ കയ്യിലാണോ, അതോ ഈ ചെറിയ സ്ക്രീനിന്റെ കയ്യിലാണോ? വാ, നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ ഇതിനൊരു പരിഹാരം കാണുന്നതിനു മുൻപ് നമ്മൾ ശരിക്കും ഈയൊരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണമല്ലോ. ചില ലക്ഷണങ്ങളുണ്ട്, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ. അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ദാ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ട്? ബോറടിക്കുമ്പോ അറിയാതെ തന്നെ നമ്മുടെ കൈ ഫോണിലേക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഫോൺ അടുത്തില്ലെങ്കിൽ ഒരു വെപ്രാളം, ഒരു അസ്വസ്ഥത അങ്ങനെ തോന്നാറുണ്ടോ? ആളുകളുമായി നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ സ്ക്രീനിൽ നോക്കിയിരിക്കാറുണ്ടോ? ഇതിലേതെങ്കിലും ചോദ്യങ്ങൾക്ക് അതെ എന്നാണ് ഉത്തരമെങ്കിൽ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതൊക്കെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷന്റെ സാധാരണ ലക്ഷണങ്ങൾ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു ചെറിയ ശീലമല്ലേ എന്ന്. പക്ഷേ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയുണ്ടല്ലോ, അത് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇത് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രധാന കളി ഡോപ്പമിൻ എന്നൊരു ഹോർമോണിന്റെയാണ്. നമുക്കൊരു ലൈക്ക് കിട്ടുമ്പോൾ, ഒരു ഗെയിം ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു റീൽ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ സന്തോഷ ഹോർമോൺ റിലീസാവും. അപ്പൊ എന്തു പറ്റും? നമുക്ക് വീണ്ടും വീണ്ടും ആ സന്തോഷം വേണമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും. ഇതങ്ങനെ തുടർന്നു പോകുന്ന ഒരു സൈക്കിളായി മാറും. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഫോമോ എന്ന് പറയും. അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്തെങ്കിലും ഒന്ന് മിസ്സായി പോകുമോ എന്നുള്ളൊരു പേടി. സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് കാണാതെ പോയാൽ, അല്ലെങ്കിൽ ഒരു വാർത്ത അറിഞ്ഞില്ലെങ്കിൽ എന്തോ വലിയ നഷ്ടം സംഭവിക്കുമെന്നൊരു തോന്നൽ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാനുള്ള ഈയൊരു തിടുക്കം നമ്മളെ എപ്പോഴും ഫോണിൽ തന്നെ പിടിച്ചിരുത്തും. ഇത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് ചില്ലറയൊന്നുമല്ല. എപ്പോഴും ഒരുതരം സ്ട്രെസ്, ഒരു വെപ്രാളം. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, അടിച്ചു പൊളിക്കുന്നു. അവരുടെയൊക്കെ പെർഫെക്റ്റ് ലൈഫ് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം മാത്രം ഒരു പോരാന്ന്. ഇതൊരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്കും ചിലപ്പോ ഡിപ്രഷനിലേക്ക് വരെയും കൊണ്ടുപോയേക്കാം. പോരാത്തതിന് നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങളൊക്കെ പതിയെ ദുർബലമാവും, ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്ത അവസ്ഥയുമാവും. ഇനി ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നമ്മളിൽ പലരും രാത്രി കിടക്കുന്നതിന് മുൻപ് ഫോണിൽ നോക്കിയിരിക്കാറില്ലേ? ആ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഉറക്കത്തിനാവശ്യമായ മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കും. പിന്നെന്തുണ്ടാവും? ശരിയായ ഉറക്കം കിട്ടില്ല, പിറ്റേ ദിവസം മുഴുവൻ ഒരു ക്ഷീണമായിരിക്കും. ഉറക്കം മാത്രമല്ല കേട്ടോ പ്രശ്നം. മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിൽ സ്ക്രീനിലേക്ക് നോക്കുന്നത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും, കാഴ്ചയെ ബാധിക്കും. പിന്നെ കഴുത്തുവേദന, തോളുവേദന, നടുവേദന ഇതൊക്കെ സാധാരണയാവും. ടെക്സ്നെക്ക് എന്നൊക്കെ പറയുന്ന പുതിയ തരം അസുഖങ്ങൾ വരെ ഇപ്പോൾ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ശരി, ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും? ഒരു വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ഫോൺ, ലാപ്ടോപ്പ് പോലെയുള്ള സ്ക്രീനുകളിൽ നിന്ന് കുറച്ചു സമയത്തേക്ക് നമ്മൾ ബോധപൂർവം ഒന്ന് മാറി നിൽക്കുക. അത്രയുള്ളൂ. ശരിക്കും ഇതൊരു അടിപൊളി ഐഡിയ ആണ്, ഒരു റീസെറ്റ് ബട്ടൺ പോലെ. നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും നമ്മൾ കൊടുക്കുന്ന ഒരു റീസെറ്റ്. എപ്പോഴും വരുന്ന നോട്ടിഫിക്കേഷനുകള്, മെസ്സേജുകള്, ഈ ബഹളമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് എല്ലാം ഒന്ന് നിർത്തി ഫ്രഷായിട്ട് ഒന്നുകൂടെ തുടങ്ങാനുള്ളൊരു ചാൻസ്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതിന്റെ അർത്ഥം ടെക്നോളജി മുഴുവനായി ഉപേക്ഷിക്കണം എന്നല്ല. അതൊട്ട് നടക്കുകയുമില്ല. പകരം അതിന് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരിക. എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുക. അതിനെ ഒരു ഉപകരണം മാത്രമായി കണ്ട് ബുദ്ധിപരമായി ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോ ഇതെങ്ങനെ തുടങ്ങും എന്നല്ലേ? ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. വലിയ മല മറിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലളിതമായ സ്റ്റെപ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇതൊരു 5 സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. സ്റ്റെപ്പ് 1, ഫോൺ ഉപയോഗത്തിന് ഒരു ടൈം ലിമിറ്റ് വെക്കുക. ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. ഒരു അലാം വെച്ചാൽ മതി. സ്റ്റെപ്പ് 2, വീട്ടില് ചില സ്ഥലങ്ങളെ ടെക് ഫ്രീ സോൺ ആക്കുക. ഉദാഹരണത്തിന് ഡൈനിങ് ടേബിളിലെ ഫോൺ വേണ്ട, ബെഡ്റൂമിലും വേണ്ട. മൂന്നാമത്തേത്,
ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും ഫോൺ മാറ്റിവെക്കുക. ഇതൊരു ശീലമാക്കണം. 4ാമത്തെ സ്റ്റെപ്പ്, പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഡീടോക്സ് ഡേ. ആ ദിവസം ഫോൺ ഉപയോഗം പരമാവധി കുറയ്ക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ കാര്യം, ഈ ഫോണിൽ നോക്കിയിരിക്കുന്ന സമയം വേറെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഒരു ബുക്ക് വായിക്കാം, വ്യായാമം ചെയ്യാം, പുതിയ എന്തെങ്കിലും പഠിക്കാം, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അത് ശരിക്കും അത്ഭുതകരമായിരിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പലതും തിരിച്ചു കിട്ടും. എന്തൊക്കെയാണ് ആ നേട്ടങ്ങളെന്നല്ലേ നോക്കാം. ആദ്യം തന്നെ നമ്മുടെ തലച്ചോറിനാണ് മാറ്റം വരിക. ആ ഡോപ്പമിൻ സിസ്റ്റമൊക്കെ ഒന്ന് നോർമൽ ആവും. അപ്പോൾ പിന്നെ ഒരു ലൈക്കിനോ കമന്റിനോ വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല സന്തോഷിക്കാൻ. പകരം നല്ലൊരു ചായ കുടിക്കുമ്പോൾ, ഒരു പാട്ട് കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. പിന്നെ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം നല്ല ഉറക്കമാണ്. മെലാറ്റോണിനൊക്കെ കറക്റ്റായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല ഗാഢമായ ഉറക്കം കിട്ടും. പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല എനർജി ഉണ്ടാകും. അതുപോലെ തന്നെ ഏകാഗ്രത കൂടും. ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ബഹളമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ഒരു തെളിച്ചം വരും. ഒരു കാര്യത്തിൽ കൂടുതൽ നേരം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. ഓർമ്മശക്തിയും കൂടും. അവസാനമായി ഇതിലൂടെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ജീവിതമാണ്. നമ്മുടെ വീട്ടുകാരുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കാൻ സമയം കിട്ടും. നമ്മുടെ ഇഷ്ടങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഊർജം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, ആ സ്ക്രീനിനപ്പുറമുള്ള യഥാർത്ഥ സന്തോഷം നമ്മൾ വീണ്ടും കണ്ടെത്തും. അപ്പോ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞില്ലേ? ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ തിരിച്ചുപിടിക്കാനുള്ള ആ റീസെറ്റ് ബട്ടൺ, അത് നിങ്ങൾ എപ്പോഴാണ് അമർത്താൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയ മാറ്റം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ.